പിന്നെ സംഭവം വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളെ കണ്ടൊക്കെ പറഞ്ഞു വിട്ട വീട് ഇത് തന്നെ അല്ലല്ലേ? വീട് ഇത് തന്നെ ഇവിടെ പോലീസ് ഇത് തന്നെ ആളിനെ വിളിച്ചാൽ മതിയല്ലേ? ആണോ? ഓ ആളില്ലേ? ഓ നമ്മളെ ജോയി കണ്ടറാക്ക് പറഞ്ഞു വിട്ട. എടാ സമയത്രടാ ഇത്രയും വലിയൊരു വീട് ഒരു ക്ലോക്കെങ്കിലും വാങ്ങിച്ചു വെക്കണ്ടേ? ഒറ്റ വീഴ്ച അതല്ല, മണി 8 നിങ്ങൾ ഈ നേരത്താണോ പണിക്ക് വരണം? അല്ല, നമ്മൾ സാധാരണ എല്ലായിടത്തും 10 മണിക്കാണ് പണിക്ക് പോകുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്തായതുകൊണ്ട് നേരത്തെ വരണമെന്ന് പറഞ്ഞു. എടേ ഇതിപ്പോ ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ, പെട്ടെന്ന് എളുപ്പം ചെയ്ത് തീർത്ത് തരണം. കാരണം 2 ദിവസം കഴിഞ്ഞ്, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാ എനിക്കിവിടെ വാടകയ്ക്ക് കൊടുക്കണം. വാടകയ്ക്ക് കൊടുക്കുന്നു? അതാണ്. ഇത്ര നല്ല വലിയ വീടാ? അത് വാടകയ്ക്ക് കൊടുക്കണം. കയറി താമസിക്കാൻ കൊള്ളൂടാ, ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടാണ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. പിന്നെ പണി ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുതിര വേണമെന്ന്. കുതിര? നീ കുതിര സവാരിക്കുന്നത് അതാ പെയിന്റിങ് പണിക്കുന്നത്? അതല്ലെന്ന്, ഇതിന്റെ മുകളിലെ കയറി ചെയ്യുന്ന കുതിരയല്ലേ? മറ്റേ കുതിര ഏണി. അല്ല, കുതിര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്ട് ചോദിക്കണം. അത് കഴുതാ. ഇപ്പൊ എന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരാം. ആണത് വാടക? നിങ്ങൾ വാടക ഇത്ര നല്ല വലിയ വീട് വാടകയ്ക്ക് കൊടുക്കണം? ഈടാ അത് ഇത് കയറി താമസിക്കാൻ കൊള്ളൂല, ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടാണ്. അതൊക്കെ ചുമ്മാ തന്നെ. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഈ തരരക്ഷ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇടം പിരിശങ്ക്, ഇതൊക്കെ വെച്ചിങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് വരും. മാറും. പിന്നെ എത്രയാവും ഈ സാധനം ചെയ്തെടുക്കാൻ? അണ്ണനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തുച്ഛമായ പൈസയല്ലേ? ഒരു 10,000 രൂപ. 10,000 രൂപ? പിന്നെ ഇടേ മണി JCBക്ക് മണിക്കൂറിന് 300 രൂപയുള്ളൂ. അതുകൊണ്ടായിരുന്നെങ്കിൽ അന്നേരം ഞാൻ ഇതൊക്കെ ഇടിച്ചു പൊളിച്ചിരുന്നെങ്കിൽ ഇവിടെ കൃഷിപ്പണി നടക്കും. നിസ്സാരമായിട്ട് പറയാം. അണ്ണ അതൊക്കെ പോട്ടെ. വീട്ടിൽ അണ്ണ മാത്രമല്ല വേറെ ആരെങ്കിലും? അയ്യോ, എനിക്ക് മോളുണ്ട്. ബാംഗ്ലൂരാണ് പഠിച്ചത്. ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. പിന്നെ ഇതേ എൻ്റെ അടുത്ത് വേറൊരു കാര്യം പറയാൻ പറ്റും. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോയി എടുത്ത്. ഇതോ ഫ്രണ്ട് ഇരിക്കുന്ന ഇത് കണ്ടാ സോപാനത്തിൻ്റെ പണി കഴിയുമ്പം നല്ല മുട്ടായി കണക്കിരിക്കണം. മുട്ടായി വില തിളങ്ങണം, ഷൈനിങ് ആയിട്ട് മുട്ടായി കണക്കിരിക്കണം. അതൊക്കെ നമ്മളെ കണ്ടാക്ക് റെഡി ആകും. അത് മാത്രമല്ല, ഈ ചെവരുണ്ട നീ ഈ ചെവര് നമ്മൾ കയറി വരുമ്പോൾ ഒരു എൻട്രൻസിൻ്റെ ലുക്കിന് വേണ്ടിയിട്ട് ആ ചെവരിൽ മൊത്തം കുറച്ച് കളർഫുൾ ആയിട്ട് ഗുമ്മിന് വേണ്ടി കിളികൾ എന്ന് പറയുമ്പോൾ പറക്കണ കിളികളുടെ ഫോട്ടോ. കാക്ക പറക്കും, കൊക്കു പറക്കും, ഇതെല്ലാം പറക്കും. എന്നതാ മഞ്ഞക്കിളി അവൻ വരയ്ക്കും ജോയ് നല്ല വരപ്പുകാരനാണ്, അടിപൊളിയായിട്ട് വരയ്ക്കും. അപ്പൊ ആ വരപ്പ് എനിക്ക് ഇവിടെ കാണാം നല്ല രസത്തിൽ. അപ്പൊ ഇത്രയൊക്കെ കൊള്ളു, നിങ്ങൾ ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ. പെടാന്ന് പറഞ്ഞ് ചെയ്യണം. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ നല്ല രീതിയിൽ ചെയ്യണേ. എന്നാ ശരി, പാവാണല്ലേ, ഭയങ്കര സാധാരണല്ലേ? എന്ത് പണിയുടെ കാണിച്ചത്? അങ്ങനെ നീ പറഞ്ഞു വിട്ടാ കുറച്ച് സമയം കൂടെ കിട്ടൂലേ? സംസാരിക്കാൻ പറഞ്ഞു നിൽക്കായിരുന്നു. നേരത്തെ പറഞ്ഞത് ഞാൻ പറയില്ലായിരുന്നു, ഞാനത് ഓർത്തതുമില്ല. എങ്ങനെയെങ്കിലും സമയം പോകാൻ വേണ്ടി നമ്മൾ നിൽക്കും. 5:30 മണിയിൽ എങ്ങനെ തട്ടി വിടൂടാ? എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഫൈനലുള്ളതാണ്, ലോകകപ്പ് ഫൈനലുള്ളതാണ്. നമുക്ക് ഇന്ന് അത് കാണാൻ പോകണം. എനിക്കാണെങ്കിൽ വരണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ വൈകിട്ടെണ്ണ എടുക്കണമല്ലോ, അത് വിചാരിച്ചിട്ട് വന്നാണ് സത്യം. പണി എനിക്കാണെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറയാം. നീ പുതിയ പണിക്കാരനാണ്. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സുഖം പറഞ്ഞ് വെട്ടൊന്ന് തുണ്ടൻ 2ആണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഭവ്യതയോടെയൊക്കെ നിൽക്കണം. അണ്ണ വരുമ്പോ എനിക്ക് ജോലി അറിയാം എന്നുള്ള രീതി ഞാൻ നിൽക്കണം. പിന്നെ സംഭവം ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന, അയാളെ ഒരു മോളുണ്ടെന്ന് പറഞ്ഞല്ലേ? ഓ, കാണാനൊക്കെ അടിപൊളി കൊച്ചാണ്. പിന്നെ നീ കണ്ടായിരുന്നു? ഞാൻ ഇവിടെ അടുക്കളയിൽ വശത്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോണാൻ കണ്ടു. മിന്നായം പോലെ തന്നെ. പിന്നെ സൂപ്പറാണ് തന്നെ, അടിപൊളിയായി. വെളിയിലോട്ടൊന്നും കാണാനില്ലല്ലേ? സുന്ദരി പെണ്ണല്ലേ? സുന്ദരി പെണ്ണ് വിളിക്കിറങ്ങും. വെളിയിലിറങ്ങൂലെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയാം. പിന്നെ അടിപൊളി പെങ്കൊച്ചാണ്, സൂപ്പർ. എവിടെയാണ് പഠിച്ചെന്ന് പറഞ്ഞു? അത് ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ച ആൾക്കാർ. അപ്പം ഗോതമ്പിന്റെ കളറായിരിക്കും. പിന്നെ മുടിയൊക്കെ കിടക്കാച്ചിയായിരിക്കും. അടിപൊളിയായിരിക്കും. പാലിന്റെ കളറായിരിക്കും അല്ലേ? പിന്നെ അടിപൊളി ചരക്കായിരിക്കും. ഓളത്തിന് പറഞ്ഞു പോയതാണ്. ഒരു കാര്യം ചെയ്യാം, ഇതിനെ കാണാൻ വെള്ളം ചോദിച്ചാലും സാധാരണ ഈ പണിക്കാർ വരുമ്പോൾ അവരെ നൈസ് പരിപാടിയാണ് വെള്ളം ചോദിക്കും. വെള്ളം ചോദിച്ചാൽ എന്തായാലും ഇറങ്ങില്ല. ഞാൻ കണ്ടെന്ന് മറ്റേ ലാച്ച ചുരിദാറൊക്കെ അവിടെ കഴിവിട്ടേക്കണ കണ്ട്, അതൊക്കെ നോക്കിയല്ലേ? പിന്നെ നമ്മളത് വെള്ളം വിളി. അതെ, ഓ ഇത്തിരി വെള്ളം വേണം. കൊടുത്തോളാം മക്കളാടി, ഇത്തിരി വെള്ളം എടുത്തോളി. ചേട്ടാ വെള്ളം. അവിടെയാണ് വെച്ചേ. ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളം വേണ്ട. ഇപ്പൊ തന്നെ ഏകദേശം ചൂടുവെള്ളം കുടിച്ചാണ് കായ്. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ബിനു, ഇത് സരസൻ, ഇത് സിനു. ഈ ചേട്ടൻ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? ചേട്ടന്റെ പേരെന്താ? പേരിട്ടില്ല, ഇടുമ്പോ അറിയിപ്പിക്കാം. സഹോദരി പൊക്കോ, പിന്നെ വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, തീർച്ചയായിട്ടും വിളിക്കാം. സഹോദരി പൊക്കോ.
ബാംഗ്ലൂർ പോയി പഠിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ? മോഡലാണെന്ന് മോഡല് വല്ലാത്ത മോഡലായി കവളി മോഡൽ അടിച്ച് കൊല്ലണ എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. നീ എവിടെ ഈടായിരിക്കാം കാര്യം പറ. പണികളാ അങ്ങനെ എപ്പോഴാണ് വരണം പറയാൻ പറ്റില്ല. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞ എന്തോന്ന് കാര്യം അറിഞ്ഞ സംഭവം ഇന്നലത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നീ ഇന്നലത്തെ കാര്യം അറിഞ്ഞത് എനിക്കെന്നറിയാം, കാര്യം പറഞ്ഞല്ലേ അറിയത്തുള്ളൂ. ഇന്നലെ ഭയങ്കര മഴയില്ലായിരുന്നു അവർക്ക്. മഴയായിരുന്നു നമ്മുടെ മഴ സമയത്ത് നമ്മളവിടെ ഒരു അണ്ണൻ ആണ്ട ഭാര്യയും കൊച്ചുങ്ങളുമായിട്ടിരുന്ന് ഭയങ്കര മഴ. ഒരു മഞ്ചാടിക്കുരി കൊച്ചിനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അണ്ണനും ചേച്ചി മക്കളെല്ലാം കൂടെ കളിച്ചുള്ള സമയത്ത് നമ്മളെ അത്തച്ചിട്ടിക്ക് പോണ ഒരു തല്ലിടക്ക ഇല്ല ബുള്ളറ്റിലൊക്കെ വരണം. അവൻ വന്നിട്ട് ചോദിച്ചു, ഡേയ് ഞാനും കൂടെ കൂടത്താടെ നിന്നോട് കളിക്ക്. ആ കളിക്കണ മറ്റേ ജുബയൊക്കെ ഇട്ട് മീശയൊക്കെ മുറിക്കാളാണ്. അത് തന്നെ മനസ്സിലായി. അവിടെ കളിക്കട്ടാടെന്ന് ചോദിച്ചു. നമ്മൾ ഭാര്യയും മക്കളും കളിക്കുന്ന കളിയാണ്, നിങ്ങൾ കളിക്കണ്ട, നിങ്ങൾ പോകാൻ പറഞ്ഞു. മഴ പെയ്യാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് കാര്യം ചെയ്യും, നീ നമ്മളെ മുക്കിലോട്ട് വാടാന്ന് പറഞ്ഞു. ഇവിടെ കേട്ടോ 4 ആളെ കണ്ണി മുമ്പ് നിന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അണ്ണൻ തിരിയെന്നറിയാം, നേരെ വീടിനകത്ത് ഒരു പട്ട് ചോമ്പ് പട്ട് കൊടുത്ത് കൊടുക്കുന്നു. നേരെ ഭയങ്കര വിഷയമാണ് അവർക്ക്. പോലീസൊക്കെ വന്ന് ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിപ്പോ. ഞാനും കണ്ടതാടാ. ഇത്ര നേരം കറങ്ങി നിട്ടത് എന്നെ കണ്ടപ്പം ഓടിച്ചെന്ന് പണി ചെയ്യും. എന്തേ അങ്ങനെ പറയരുത്. എന്താ നമുക്ക് നല്ല ഉത്തരവാദിത്തമാണ് പണിക്ക്. ഉത്തരവാദിത്തമാണ് പണി ചെയ്യുന്നത്. പിന്നെ മനുഷ്യരാകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഉത്തരവാദിത്തം നമുക്ക് പണിക്ക്. ഭയങ്കര ഉത്തരവാദിത്തമാണ്. വെറും വെള്ളത്തിനകത്തോട്ടാ കൈയിട്ടിളക്കുന്നത്. ഭയങ്കര ഉത്തരവാദിത്തമാണ്. വന്നേ ചോദിച്ചപ്പോ രാവിലെ എപ്പോഴാ പണിക്ക് വന്നേ? പണിക്ക് എപ്പോഴാണ് വന്നത്? രാവിലെ പണിക്ക് കണ്ടാൽ 8 മണിക്കാകുമ്പോൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ 8 മണിക്ക് കറക്റ്റ് നമ്മൾ ഇവിടെ എത്തി. 9 മണിയാകുമ്പോൾ ഇവിടുത്തെ മുതലാളി എന്നെ വിളിച്ചല്ലോ. എന്ത് പറഞ്ഞു? ആ റാസ്കലിനെ വിളിച്ചിട്ട് പറയാ നിങ്ങൾ ഇവിടെ ഇതുവരെ പണിക്കെത്തിയില്ലെന്ന്. ആ കിഴങ്ങിനെ അറിയാവുന്ന ഞാൻ എത്ര സൈറ്റ് വരെ കയറി കിടക്കുന്നു. ആ കിഴങ്ങിന് ഇതുവരെ അറിയേണ്ട കാര്യമുണ്ടോ? ആ റാസ്കലിന് അവൻ എന്നെ വിളിച്ചിട്ട് പറയാ ഇവിടെ 9 മണിക്ക് ആളെത്തിയില്ലെന്ന്. അല്ല പിന്നെ ഓക്കെ മുതലാളി എത്ര സൈറ്റ് കയറി ഞാൻ വരുന്നു. ഓരോരുത്തന്മാർ ഫോൺ വിളിച്ചെന്നൊക്കെ പറയുന്നു. ഈ ജോയി എല്ലായിടത്തും എത്തണം, എന്റെ കൈ എത്തണമെന്ന് പറഞ്ഞ ജോയി എന്തോ മുതലാളി കയ്യെ ഞാൻ വെട്ടിയെടുക്കും. പിന്നെ ഇടാ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? അവന്മാരെ ലേറ്റ് ആയിട്ട് വന്നു, നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയല്ലേ. നിന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടോ? പറയണ്ടല്ലോ എല്ലാം ഞാൻ 5 മണി വരെ സമയം നിനക്ക് തരും. അതിനിടയ്ക്ക് നമുക്ക് പണിയെല്ലാം തീർക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് ചെയ്യണം. മക്കളെടാ അനിമരെ എടാ ഒന്ന് ഉത്സാഹിച്ച് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. കുഴപ്പമില്ല, ഒറ്റ ദിവസം 5 മണിക്ക് മുന്നേ എങ്ങനെയെങ്കിലും. ശരി അതെ ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ പയ്യനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല. എടാ നിങ്ങളെ കൊണ്ട് 2 പേർക്കും എനിക്ക് സ്വസ്ഥത ഇല്ല. പിന്നെ വേറെ ഒരിടത്തും കൂടെ വലിച്ചോണ്ട് വന്നേക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടല്ലേ എന്നാ കൊണ്ടുവന്നത്. പണിയൊക്കെ ചെയ്യുവാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ടാ പണിയൊക്കെ ചെയ്യുവോ? നല്ല പണിയൊക്കെ ചെയ്യുവോ? കുഴപ്പമില്ല ജി. നിമാര് ചോദിച്ചു ജോയുടെ സ്വഭാവം പറഞ്ഞു തന്നോ? ജോയുടെ സ്വഭാവം അണ്ണെല്ലാം പറഞ്ഞു. എന്റെ കൂടെ ഒരിക്കലും ഒരുത്തനും 2 ദിവസം കൂടി നിന്നിട്ടില്ല, അറിയാലോ. ജോയുടെ സ്വഭാവം അതാണ്. മര്യാദക്കൊക്കെ നിന്നാ നിനക്കുമല്ല കേട്ടല്ലോ. പൊക്കോ മോൻ പൊക്കോ, അതൊക്കെ ചെയ്താൽ മതി. കണ്ടോ ഇവിടെ ഈ 60ന്റെ ഇടണോ 100ന്റെ ഇടണോ? ഇവിടെ എവിടെ 60ന്റെ പേപ്പർ ഇടണോ 100ന്റെ പേപ്പർ ഇടണോ? തറയില് 60ന്റെ പേപ്പറാണ് ഇടുന്നത്. തറയില് സിമിന്റ് കുടിച്ചൊക്കെ തറയില് തടിയാ പ്രിയടാ. അതെ മര്യാദക്കൊക്കെ ജോലി ചെയ്താ നിനക്കൊക്കെ കൊള്ളാം കേട്ടല്ലോ. പറഞ്ഞ കേട്ടല്ലോ. ആ 10 മണിയായി, വയറ് വിഷം പോയി. ഒറ്റ കീറിയാ നന്നായിട്ടില്ല. ജോലിയുടെ സൈറ്റിൽ പണി തീർക്കാതെ പറഞ്ഞ് പച്ചവെള്ളം തരത്തില്ല. ഒരു പച്ചവെള്ളം അറിയാലോ, എന്റെ സ്വഭാവം അറിയാലോ. ജോലി അങ്ങനത്തവനാടാ. ഞാൻ ഒരു ദിവസം പൊട്ടി മേളിൽ താഴ്ത്തി വീണല്ല. ജോലി പല പണി കഴിഞ്ഞിട്ടാ ഈ പണിക്ക് ഇറങ്ങിയത്. ജോലി എടുത്ത് കളിക്കാൻ നടക്കുന്നു. കണ്ടറാക്ക രാവിലെ പഴങ്കഞ്ഞി പോലും കുടിച്ചില്ല. പണി ചെയ്യടാ. പണി ചെയ്യാണ്. പണിയിടാന്ന് പറഞ്ഞേട്ടാ ശ്രദ്ധിച്ചായിരുന്നോ സംഭവം? ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുള്ളത്. എന്താണ് പണി ചെയ്യടാ? ആ പറഞ്ഞൊരു താളം കിടന്നുണ്ട അല്ലേ? കണ്ടില്ലേ പണി ചെയ്യടാ. കണ്ടറാക്ക ഒന്നുകൂടെ പറഞ്ഞു. കണ്ടൊക്കെ നേരത്തെ ലാസ്റ്റ് പറഞ്ഞോ പണി ചെയ്യടാ. അങ്ങനെയല്ല പറഞ്ഞ കണ്ടറാക്ക അങ്ങനെയല്ല പറഞ്ഞു. കറക്റ്റ് പണി ചെയ്യടാ. അതെ അങ്ങനെയാ പറഞ്ഞ കണ്ടറാക്ക്. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അങ്ങനെയാണ് കറക്റ്റ്. കണ്ടറാക്ക അങ്ങനെയാണ് പറഞ്ഞത്. പണി ചെയ്യടാ. അതെ പണി ചെയ്യടാ. കണ്ടറാക്ക് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. കണ്ട്രാക്കിന്റെ മുഖത്ത് നോക്കി പറയും. കണ്ട്രാക്ക് എന്നാ എന്ത് പറഞ്ഞാലും ശരി തന്നെ. കണ്ട്രാക്കിന് എപ്പോഴും സംസാരിക്കും, ദേഷിച്ച് സംസാരിച്ചാലും ഒരു താളം ഉണ്ട്, ഒരു ലയം. അത് എവിടെ നിന്ന് വരുന്നു ഈ കണ്ട്രാക്കിന്? ഇപ്പൊ തന്നെ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞേ. ആ പണി
പണി ചെയ്യടാ. അതാണ് താളം ശ്ശ്. ഇതെങ്ങനെ ഉണ്ടാക നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം സംഗീതം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത്ര സമയം കൂടെ എന്നോട് സംസാരിക്കുന്ന അത്ര സമയം കൂടെ മാർക്ക് കിട്ടും. സംഗീതം പഠിച്ചിട്ടുണ്ടോന്ന് 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതാ നിങ്ങൾക്ക് താളമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഇതേപോലെ ഡെസ്കിലേക്ക് വന്ന് ചെയ്യടാ പണി അത് പറയുമ്പോ ചെയ്യടാ ചെയ്യടാ അത് താളമുണ്ട്. ചെയ്യടാ ചെയ്യടാ അണ്ണാ ഒന്ന് കൊട്ടി വെറുതെ പറയുന്നില്ല. അന്നൊന്ന് കുട്ടി നോക്കെ കുട്ടി പറഞ്ഞു എന്താ ആ നേരത്തെ പറഞ്ഞില്ലേ നീക്കെ പറയുമ്പോ ഞാൻ കൊണ്ടുപോടാ കൊണ്ടുപോടാ ഞാൻ കൊണ്ടുപോടാ ഞാൻ കണ്ട ഒന്നുകൂടെ കുട്ടി ഒന്നുകൂടെ ഒന്ന് കുട്ടി നീ പറയുമ്പോ ഞാൻ കൊട്ടാൻ നിൽക്കുവാണ്ട വേണ്ട. നീ പാടെ നമുക്ക് ഇല്ല. അണ്ണാ ഇതാ പറഞ്ഞേ അണ്ണ തമാശ പറയുന്നതല്ല. ആ ശുദ്ധ സംഗീതം എവിടെ നിന്ന് വന്നത്? ആ ശുദ്ധ സംഗീതം ഇപ്പൊ എവിടെ നിന്ന് വന്നത്? അണ്ണന്റെ കയ്യിൽ നിന്ന് അങ്ങയുടെ കയ്യിൽ നിന്നാണോ? ആണോ? അണ്ണൻ ഇങ്ങ് വന്നേ തമാശ പറയുന്നില്ല. അണ്ണൻ ഇവിടെ ഒന്ന് കുട്ടി 2 പ്രാവശ്യം 3 മണിക്ക് പണി തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞേക്ക് വന്നു. അണ്ണൻ പറയുന്നു ഒന്ന് കേക്കേ. അണ്ണൻ 2 പ്രാവശ്യം ഒന്ന് കുട്ടി അതിന്റെ കൂടെ പണി ചെയ്യടാന്ന് കൂടെ പറഞ്ഞേ. പണി ചെയ്യടാ കണ്ടോ താളമുണ്ട് നിങ്ങൾക്ക്. നിങ്ങളത് അറിയാതെ പോവുകയാണ്. പാരമ്പര്യ സംഭവം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട് 3ാം ക്ലാസ്സിൽ. തന്നെ ഒരു 2 പേര് പോകും. 2 പേര് പോകും. ഇവിടെ പണിക്ക് വന്നിട്ട് പാട്ട് പാടുന്നു പറഞ്ഞു. അണ്ണാ നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ട് എന്തോരം ആൾക്കാരാണെന്ന് അറിയാമോ? പയ്യന്മാരിപ്പോ വൈറലായി പോകുന്ന വൈറലായോ? യൂട്യൂബിലൊക്കെ എടുത്തിട്ടാ നിങ്ങൾ ഏത് ലെവലാവോന്ന് അറിയാമോ? ആണോ? പിന്നെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്നാ ഇപ്പൊ മാറും. ഇതെല്ലാം മാറ്റി ഇപ്പൊ ഞാൻ തകർന്നു തരാമല്ലോ. കറക്റ്റ് ആണ് പുള്ളി ചെയ്തത്. അറിയത്തില്ല. നമ്മള് കാരണം നിസ്സാരമായിട്ട് നമ്മളിത് വയറ്റിന്ന് പഠിച്ചിട്ട് വരണല്ലേ. നമ്മ യൂട്യൂബ് വരുമോ? പിന്നത് എല്ലാവർക്കും കിട്ടണ സാധനമല്ലേ. അത് സാധനം വരട്ടെ. എന്റെ പൊന്നെണ്ണ ഇതൊക്കെ വെച്ചിട്ടാണ് സമ്മതിക്കണോണ്ണ നിങ്ങളെ. എന്തിനാ നിങ്ങൾ ഇത്രയും താളവും എല്ലാം ഉള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്? ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് പലപ്പോഴും കണ്ട്രാക്കിന കഴിഞ്ഞ പണിക്ക് പോയപ്പോഴേ നീ കണ്ട്രാക്കിന്റെ ചുണ്ട് പോണതിന് നമുക്ക് ഒന്ന് പാടി കൊട്ടി ഒരു പാട്ട് നൈസിന് പറഞ്ഞ സ്ഥിതിക്ക് ആ മാസ്റ്റർ പിസാനല്ലോ സംഗീതമേ. ആയിക്കോട്ടെ. തച്ചൊക്കെ വിട്ട് നിൽക്കുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല നമ്മളല്ലേ ഉള്ളൂ. കൈയെടുക്ക് മാറ്. ഞാൻ പോണേ. സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ ഓങ്കാരനാദത്തിൽ നിർവൃതി ചൂടുന്ന 1000 ഇതളുള്ള താരകളും രജനാഥ ദൂരം ചതുർമുഖൻ ഉണർന്നു രജനാഥദൂരം ചതുർമുഖൻ ഉണർന്നു തത്തം വിട് തത്തം വിളന്നു തലകിഞ്ഞൊരു തത്തം തിരന്നു തലകിഞ്ഞ മുതലാളി നീ ഇവിടെ സംഗീത കച്ചേരിക്ക് വന്നാ പെയിന്റ് അടിക്കാൻ വന്നാ? നീ സംഗീത കച്ചേരിക്ക് വന്നാ പെയിന്റ് അടിക്കാൻ വന്നാ? മുതലാളി ഞാനൊരു കാര്യം പറയാം. ഇങ്ങേർക്ക് ഇതാണ് ജോലിക്ക് വന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ട്രാക്കായി പോയി എല്ലാം പറയാൻ പറ്റും. കേട്ട് പണിയില്ല. അവൻ ആത്മാർത്ഥതയുണ്ട്. പണിക്കാർ പണി ചെയ്യണം എന്നിട്ട് നിനക്ക് അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് മോശം. നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് എന്തേറ്റ കുഴപ്പമാണ്? നാളെ ഉണ്ടോടാ നിനക്ക്? ഒരു പണി പറഞ്ഞ് ഏൽപ്പിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത് എത്ര തവണ കാര്യങ്ങൾ പറഞ്ഞ അപ്പോട്ട് എനിക്കറിയണ്ട. ഇനിയെങ്കിലും വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. എനിക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്കുമ്പോൾ ചെയ്ത് തീർക്കാവുന്ന അല്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് വേണം നാളെ എനിക്ക് ആൾക്കാർ കൊടുക്കാൻ. അവർ വാടകയ്ക്ക് ആള് വരും. ചെയ്യൂ അണ്ണ ഒന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും അണ്ണൻ പറയണ്ട. യൂട്യൂബിൽ കൊടുക്കാന്ന് പറഞ്ഞു. എന്താടാ എന്തോ പുള്ളി വന്നപ്പോ നീ എന്താ പുള്ളിയുടെ സൈഡ് ചേർന്ന് തന്നെ ഒരു കളിയാക്കിയത്? എന്തത് അങ്ങനെ വന്ന് മംഗള സൈഡ് കയറി എന്റെ കണ്ട്രാക്ട് ഇതാണ്. നിങ്ങൾക്ക് കോമൺ സെൻസ് കാണിക്കണം. ഇനിയിപ്പോ അതും കൂടെ കാണിക്കടാ. അതല്ലേ പിന്നെ ബുദ്ധി വേണം. ഞാൻ അങ്ങനെ വന്ന സമയത്ത് നിങ്ങളുടെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൂടും കൊടുക്കുക എടുത്തോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയും. ഇപ്പൊ ഞാൻ അങ്ങനെ സൈഡ് പറഞ്ഞപ്പോഴോ നമുക്കിവിടെ പണി കിട്ടിയോ? അത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാ പറഞ്ഞത്. നമ്മള് പണി ചെയ്തോളാം. കണ്ട്രാക്ക് എന്താടാ ഒരു കാര്യം, എനിക്കൊരു ഫോട്ടോ തരൂ. ഫോട്ടോ എന്തിനാ?
കൺട്രാക്റ്റിന്റെ ഫോട്ടോ എൻ്റെ പേഴ്സ് വെക്കും. പേഴ്സിലോ എന്തിനു വെക്കാൻ? ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ പണി ചെയ്യാനൊരു ഊർജ്ജം. ആണോ? നീ കാപ്പ് പിടിച്ചേ രാവിലെ? ഇല്ല. വാ പോയി കാപ്പ് പിടിച്ചിട്ടോ. ഒന്നുകൂടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടാക്കെ എന്താടാ എനിക്കൂടെ ഒരു ഫോട്ടോ വരും. നിനക്ക് എന്താ ഫോട്ടോ? വിളക്കിന്റെ മുമ്പൊക്കെ വിളക്കിന്റെ മുമ്പ് വെക്കാൻ ഫോട്ടോ നിനക്ക് പോയാ മിണ്ടിപ്പോലെ ജനാക്ഷരം. അണ്ണാ ഏ കാപ്പി പിടിക്കാനുള്ള സമയമായല്ലേ? എന്താ കാപ്പി പിടിക്കാനുള്ള സമയം. ഈ പണി തീർക്കാതെ പച്ചവെള്ളം ഓർത്തിട്ട് തരത്തില്ല. പണി തീർക്കാതെ പറഞ്ഞല്ലോ. ജോയിയുടെ സൈറ്റ് അങ്ങനെ അപ്പൊ നമ്മളിനി മിണ്ടരുത്. ഒരു അക്ഷരം വേണ്ടി പോലെ ഒരക്ഷരം. ജോയ് സ്വകാര്യ ജോയിയുടെ പിന്നെടാ ഏയ് ഓ നീ കേൾക്കണല്ലേ പറഞ്ഞ പറഞ്ഞു മിണ്ടല്ലോ. മിണ്ടിയില്ലല്ലോ. പിന്നെ എടാ വിളിച്ചത് ഇല്ല അത് ഇവിടെ നമ്മളെ രമണിയുടെ കേസ് കിട്ടെന്തരാടാ? രമണിയിലെ രമണിയുടെ കേസ് ഉണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് എന്താ പുതിയ നിയമമൊക്കെ ഇറക്കില്ല മിണ്ടണ്ടെന്ന്. ഞാനല്ല നിയമം ഇറക്കി. ഞാൻ നിയമം പിൻവലിച്ചു. ഒന്നുമില്ല ഇല്ല അവർ അതിൽ ചേർക്കാം ആ കേസ്. അത് കേൾക്കാം. ഓ അതാണ് അനുസരിച്ച് വെറുതെ കൊതിപ്പിക്കുകയും ചെയ്തു. കണ്ടാക്കെ എന്താ കാപ്പി പിടിക്കാനേ പറ്റില്ല. ചോറ് തന്നെ പിടി. ഈയിടെ ഒരു പണി തീർക്കാതെ ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 മണിക്ക് കയറി വരുമ്പോൾ അവന് ചോറിന സമയം മര്യാദയ്ക്ക് പണി തീർക്കണം. ഈ കണ്ടൊക്കെ നമ്മൾ എന്തിനാ നിസ്സാര കാര്യത്തിൽ നമ്മുടെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത്? പണി ചെയ്യടാ പണി ചെയ് പണി ചെയ് ആ ശ്രദ്ധിച്ചാ നമ്മളിനി വല്ലതും പറയുന്നത് കളിയാക്കണമെന്നായിരിക്കും. പണി ചെയ് നീ. കറക്റ്റ് ആയിരുന്നു അത് പുള്ളി എടുത്തത്. അതെങ്ങനെയാ ഇത് അത് എടുത്തത് അത് എല്ലാവർക്കും അത് കിട്ടൂല. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല അത്. നമ്മളിതൊന്നും മിണ്ടാൻ വേണ്ട. നമ്മൾ മിണ്ടാൻ കഴിഞ്ഞാൽ പിന്നെ അത് വിഷയമാകും. അതാ പുള്ളി അത് എടുത്തതുണ്ടല്ലേ വിരൽ ഇങ്ങനെ ആ ഒരു അത് മുദ്രയാണത്. ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി ചില പറയുമ്പോൾ പുള്ളിനെ നമ്മൾ അനക്കണമെന്നായിരിക്കും. അതെ അതെ ഈ വിരൽ വരാൻ സംഭവം ഈ ഒരേ സംഭവങ്ങൾ വരും വിരലിനകത്ത് തന്നെ അല്ലേ? കറക്റ്റ്. അത് പഠിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ സാധാരണക്കാർക്കാർക്കും പറ്റൂല. അത് ഉള്ളിൽ വേണം. ഒന്നുമില്ല അത് വേറെ അല്ല നമ്മൾ വേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ കുഴപ്പം. അല്ല എൻ്റെ വിരലിൻ്റെ കാര്യം എന്താ പറഞ്ഞു? വിരലിൻ്റെ നമ്മളിനി വല്ലതും പറയുമെങ്കിൽ ഇനി കൂടിപ്പോവും കുറഞ്ഞു പോവും. ആണാ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരലുകളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഈ ഒഴുക്കാണ്. നിങ്ങൾക്ക് ഒരു ഒഴുക്കും ഒരു വേറെ ലെവലാണ്. നിങ്ങളുടെ സംസാരം തന്നെ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ നടക്കുന്ന സാധാരണ ഇങ്ങനെ നടക്കും ഒരാൾ. നിങ്ങളൊന്ന് നടന്നേ. കണ്ടോ ഇതാണ് ഇത് നിങ്ങളുടെ ഒരു ശ്രൈണത ഭാവം കിടപ്പുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വേറെ ഉദാഹരണത്തിന് ഇതാ ഈ ഒരു സാധനം നമ്മളാകുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി. പക്ഷെ പുള്ളി എടുത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ് സംഭവം. നിങ്ങളൊന്ന് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവച്ചേ. അതാ പറഞ്ഞ നിങ്ങളിൽ മൊത്തവും നിങ്ങൾ യഥാർത്ഥം പറഞ്ഞ നിങ്ങൾ കംപ്ലീറ്റ് ആണ്. പാട്ട് ബോൺ ആക്ടർ എന്ന് കേട്ടിട്ടില്ലേ മോഹൻലാൽ? നിങ്ങൾ അറിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന്? ആനയുടെ വലിപ്പം ആന അറിയുന്നില്ല. ഇല്ല ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളെ നോട്ടം തന്നെ കണ്ടില്ലേ? പ്രത്യേക രീതിയിലെ നോട്ടം. നിങ്ങൾ അങ്ങോട്ട് നോക്കി. ഞാനോ നിങ്ങളെ കൈ എടുത്ത ഇങ്ങനെ കറക്റ്റ് ആയിരുന്നു. ഇന്ന് പോയാളോ അത്ര സമയങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി ഞാൻ അത്ര ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ കലാമണ്ഡലത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ കല്യാണ മണ്ഡപത്തിൽ പോയിട്ടുണ്ട്. അതല്ലെന്ന് നിങ്ങളെ സത്യം നിങ്ങളെ ഇടുപ്പുണ്ടല്ലോ. വെറുതെ പറയുന്നതല്ല. നിങ്ങളെ ഇടുപ്പ് നമ്മളെ ഈ ഇടുപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നാക്കി പോയി പണിയടാ. ജോയി കൺട്രാക്ടിനടുത്ത് നീ കളിയാക്കാൻ വന്നിരിക്കണോ? ഇടുപ്പ് ഇങ്ങനെ വെക്കാൻ. ഇതാ പറഞ്ഞേ. നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ ഒരു ഡാൻസർ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു. പോളാ ചേർക്കാടുത്ത് ഡാൻസറോ ഉണ്ടെന്നത് അത് എല്ലാവർക്കും കിട്ടത്തില്ല. അത് കണ്ടാക്ക നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇത് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവാത്മികമായി കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ കേട്ടാ ഇതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. എല്ലാം പാട്ട് ഡാൻസ് നിങ്ങളുടെ കണ്ണുകൾ തന്നെ ചലിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഈ നൃത്തം എന്ന് പറഞ്ഞ ഒരു മറ്റൊരു സ്തംഭമാണ്. അത് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ അത്രയ്ക്കായോ?
ഒരു സ്റ്റേജ് കിട്ടി തേട്ടാ ജോയ് ഞാൻ നിനക്ക്. ഓണത്തിന് മതി. എടാ നിന്റെ അടുത്ത് ഒരു പണി ഏൽപ്പിച്ചാൽ അത് വൃത്തിയായി ചെയ്യാൻ പഠിക്കും. ഇല്ലെങ്കിൽ ആ പണി ഏക്കാൻ പോകരുത്. ഞാൻ അണ്ണാ വേണ്ട, എന്തിനു പറയാൻ പോകുന്നു? എടാ നിനക്ക് നീക്ക് നിക്കവേ, നീ പറഞ്ഞു കൊടുത്തൂടെ? ഓത്തിനടുത്ത് വേദം മോദിയിട്ട് കാര്യമില്ല. ഇത് എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ. കണ്ടുപിടി ആ നമ്മളെ ചെറുക്കന് പണി വിവരം ഉണ്ട്. ചെയ്യാനും സമ്മതിക്കത്തില്ല, അതൊട്ട് പണി ചെയ്യത്തുമില്ല. കഷ്ടം നീ കണ്ടാക്കുന്ന പറ. ആ ചെറുക്കൻ കാര്യങ്ങൾ പറഞ്ഞു തന്നാ അവൻ എല്ലാം വൃത്തിയായി ചെയ്യാൻ നോക്കുന്നുണ്ട. അവനെ പോലും ചെയ്യാൻ സമ്മതിക്കില്ല. നീ ഇവരെ കൂത്തി ആട്ടുന്നു. എന്തോ ആട്ടവും പാട്ടവും. നീയോ നിന്റെ അടുത്ത് ആ സോപാനത്തിന്റെ കേസ് ഞാൻ എന്തിനു പറഞ്ഞത്? എന്തുകൊണ്ട്? ആ സോപാനത്തിന്റെ കേസ് എന്ന് പറഞ്ഞ പണി തീറ്റ് നല്ല മുട്ടായി പരുവത്തിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് മുട്ടായി പോലാണ് ഇരിക്കുന്നത്. എങ്ങനെ? ഞാൻ തടവി നോക്കിയില്ല, അത് പരവരാന്നല്ലേ ഇരിക്കുന്നത്. അത് കപ്പലണ്ടി മുട്ടായി. നിന്റെ എന്റെ പൊന്നറ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന 5 മണി വരെ സമയമുണ്ട്. ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പണിയെങ്കിലും ചെയ്യിപ്പിച്ച് ആ ഒന്ന് തീക്കാൻ നോക്ക്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ വന്നുപോയി. അണ്ണാ പൊക്കോ, എന്തെങ്കിലും പൊക്കോ. പൊക്കോ, ബാക്കി ഞായറ്റോളാം. പൊക്കോ. അണ്ണാ എന്തോന്നാ ഇത്? നീ പുള്ളിയുടെ സൈഡിൽ നിന്ന് എന്നെ കളിയാക്കണം. കളിയാക്കിയതല്ല. പിന്നെ എന്തോ ഇതാണ് പറഞ്ഞ കോമൺ സെൻസ്. കോമൺ സെൻസ് ആ ഉണ്ട്. എതിർത്ത് സംസാരിക്കണം അങ്ങോട്ട്. ആ അത്രേ ഉള്ളു. കോമൺ സെൻസ് ഒക്കെ ഉണ്ട് എനിക്ക്. നിങ്ങള് പടം വരയ്ക്കണ? ഞാൻ പടം കൂടെ വരച്ചു തരാടാ ഞാൻ നിനക്ക്. ആദ്യം എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. വീട്ടിലായിട്ട് പടം വരയ്ക്കൂലേ? വീട്ടിലായിട്ട് പടം വരയ്ക്കൂലേ നിങ്ങള്? അണ്ണാ നിങ്ങൾ അവിടെ കുറച്ച് കിളിയുടെ പടം വരച്ച് തമാശ കാണിക്കുന്നതല്ല. നിങ്ങൾ വരാ. എന്റെ കൈവാക്ക് മാറിക്കപ്പോ. എനിക്ക് ആദ്യം എല്ലാം കളിയാക്കാൻ വേണ്ടി പാട്ട് പാടി നിങ്ങൾക്ക് വേണ്ടിയാണ് പറയണത്. ഡാൻസ് കളിപ്പിച്ച് ഞാൻ പടം കൂടെ വരയ്ക്കും. ഞാൻ കണ്ട് രസിക്കാൻ വേണ്ടിയല്ലേ. അണ്ണാ പറയണ്ണ. നീ പോവാ. എന്നാ കിളി നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പോടാ. ഇതൊക്കെ പറഞ്ഞത് ഒന്നും പറയണില്ല. ഇവിടുത്തെ അണ്ണൻ വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മറുപടി ഞാൻ പറഞ്ഞു. പറഞ്ഞോളാം. അണ്ണാ ഇപ്പൊ വരും, വന്ന് ചോദിക്കും. എടാ ഞാൻ പണിയടാ. ചോദിക്കുമ്പോ ഒന്നും പറഞ്ഞാൽ എന്തിനായടാനി അവിടെ ചോദിക്കും. എന്താ അവിടെ കയറി ഇരുന്നോണം. അവസാനത്തുണ്ട് എന്തായാലും പണിയെടുക്കല്ലേ. ഈ ഏത് പണിയൊക്കെ തീർന്നാ? പണി എല്ലാം കഴിഞ്ഞാ പണി ഏകദേശം തീർന്നു. അല്ല തീർന്നു. ഇതിന്റെ പണി അതൊക്കെ പുറത്തുള്ള എല്ലാം ഒതുങ്ങി. എല്ലാം ഒതുങ്ങി. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. എടേ ഈ ചെവറിൽ മറ്റേ കിളി വരയ്ക്കാൻ പറഞ്ഞത് അത് എവിടെ പോയി? ആര് വരയ്ക്കാൻ പറഞ്ഞു? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ കിളി വരച്ചിടായി. എന്റെ പൊന്ന്, ഞാൻ ഇത്തിരി നേരത്തെ അങ്ങോട്ട് എന്തോ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വെച്ച് ഞാൻ നിങ്ങളെ കളിയാക്കണമെന്ന്. ഞാൻ ഇവിടെ കിളിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു. നീ കിളിയുടെ പടം വരച്ചില്ല? കളിയാക്കാന്ന് ഞാൻ എന്താണ് ജോയി ഒരു കാര്യം പറയാൻ നിനക്ക് മനസ്സിലാക്കണ്ടേ? നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് അതൊന്ന് വൃത്തിയായി ചെയ്യാൻ നിനക്ക് പറ്റൂലേ? ഒരു കാര്യം ചെയ്യ്. മുരളി പൊക്കോ. മുരളി പൊക്കോ. എന്നിട്ട് പടം വരയ്ക്കാനല്ലേ, കിളിയുടെ പടം വരയ്ക്കാനല്ലേ? ഒരു 5 മണിക്ക് മുമ്പ് എനിക്ക് ഞാൻ 5 മണിക്കൊന്ന് തീർത്ത് കിളിയുടെ പടം വരച്ച് ഞാൻ ക്ലിയർ ആക്കി. ശരി, എനിക്ക് കിട്ടിയാൽ മതി. ഡ്രസ്സൊക്കെ എടുത്തോ. പൊക്കോ. ഒരു കിളി വരയ്ക്കാനല്ല, ഞാൻ ചെയ്തോളാം. ഒരു കിളി വരയ്ക്കാനല്ലേ, അത് ഞാൻ ചെയ്തോളാം. പണി തീർത്ത് പൊക്കോ. നമ്മളെ രമണിയുടെ രമണിയുടെ കാര്യം പറയുന്ന ഏക്കത്തില്ല മോനെ. ഇത് വേറെ സംഭവമാണ്. പൊക്കോ പൊക്കോ. തുണിയെടുത്ത് പൊക്കോ. നിങ്ങൾ വേണ്ട സൈഡിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാ. ഇപ്പോൾ നമ്മൾ പോവേണം. പൊക്കോ. സാധനം പൊക്കോ. പോട്ടല്ലോ. പൊക്കോടാ. നീ പോടാ ഇറങ്ങി. പോടാന്ന് പറഞ്ഞു നോക്കിയാണ്. ആ കൈ നാടകീയത, ഡ്രാമ നോക്കിയല്ലേ? കറക്റ്റ് നാടകം. വെറും നാടകമല്ലടാ, ഇതാടാ ചവിട്ട് നാടകം.